ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ഈമാൻ ഇത്രയും വലിയ വർധനവ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ലഭിച്ചത്. ഏത് മഹാന്മാരും ഏത് ഔലിയാക്കളും അവർ ഉയർന്നി അത് ആ ഒരു മഹബ്ബത്ത് കൊണ്ട് മാത്രമാണ്. എത്രത്തോളം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഒരു മനുഷ്യൻ ജീവിതം മുഴുവൻ സൽക്കർമ്മങ്ങൾ ചെയ്തു, ധാരാളം ഹസനാത്തുകൾ ചെയ്തു, പക്ഷേ അതിലൊരു സ്വലാത്തില്ലെങ്കിൽ, മഹബ്ബത്തിന്റെ കനിക അതിൽ ഇല്ലെങ്കിൽ ആ അമലുകൾ സ്വീകരിക്കപ്പെടുകയില്ല. ഒരു ദുആ ഇജാബത്ത് ലഭിക്കണമെങ്കിൽ സ്വലാത്തുണ്ടാകണം. ദുആയുടെ അദബുകളിൽപ്പെട്ടതാണ്. സ്വലാത്ത് കൊണ്ട് തുടങ്ങണം, സ്വലാത്ത് കൊണ്ട് അവസാനിപ്പിക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന സ്വലാത്ത് കൊണ്ട് തുടങ്ങുന്നു. ആ ദുആ അവസാനിപ്പിക്കുന്നതും അങ്ങനെ തന്നെ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. ഈ രൂപത്തിൽ സ്വലാത്ത് കൊണ്ട് തുടങ്ങി സ്വലാത്ത് കൊണ്ട് അവസാനിച്ചാലല്ലാതെ ആ ദുആ അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുകയില്ല. ആ ദുആഇന് സ്വീകാര്യതയില്ല. ഏത് അമലുകൾ പരിശോധിച്ചാലും, നിസ്കാരമാവട്ടെ, ബാങ്കാവട്ടെ, ഖുതുബയാവട്ടെ, തുടങ്ങി ഏതൊക്കെ ഇബാദത്തുണ്ടോ ആ ഇബാദത്ത് അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ സ്വലാത്തുണ്ടാകണം, മഹബ്ബത്തുണ്ടാകണം. ഇല്ല ഒരു അമലും അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി. റസൂലുള്ളാഹിനുള്ള മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ ആ മഹബ്ബത്ത് ഖൽബിൽ നിന്നുണ്ടാകുന്ന ഒന്നാണ്. അത് പറഞ്ഞറിയിക്കാൻ കഴിയൂല. സ്നേഹം എന്നുള്ളത് നമുക്ക് വിശദീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. അത് ഖൽബിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ഒന്നാണ്. ആ ഒരു സുന്നത്ത്, അതിനുള്ള ഒരു മാർഗം എന്താണ്? റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്തിനെ സ്നേഹിക്കുക എന്നുള്ളത്. മൻ അഹബ്ബ സുന്നതി, എന്റെ ചര്യയെ ആരെങ്കിലും മഹബ്ബത്ത് വെച്ചാൽ, ആരെങ്കിലും സ്നേഹിച്ചാൽ, ഫഖദ് അഹബ്ബനി, തീർച്ചയായും അവൻ എന്നെ സ്നേഹിച്ചവനാണ്. എന്റെ ചര്യ, എന്റെ സുന്നത്തായ കർമ്മങ്ങൾ, ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ അതിന്റെ രൂപത്തിൽ കൃത്യമായി ആരെങ്കിലും ചെയ്തു അത് ആരെങ്കിലും മഹബ്ബത്ത് വെച്ചാൽ ഫഖദ് അഹബ്ബനി, തീർച്ചയായും അവൻ എന്നെ സ്നേഹിച്ചവനാണ്. എന്നെ സ്നേഹിച്ചാലുള്ള ഗുണമെന്താണ്? വമൻ അഹബ്ബനി, എന്നാരെങ്കിലും സ്നേഹിച്ചാൽ കാന മഈ ഫിൽ ജന്ന, അവൻ എന്നോടുകൂടെ സ്വർഗത്തിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ സുന്നത്തിന് നമ്മൾ ധാരിക്കണം. സുന്നത്തിനോട് സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ സുന്നത്ത് വർദ്ധിപ്പിക്കും. പറഞ്ഞു വരാം, ഫമൻ അറാദ അൻ യനാല റുയത്തൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് കാണണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആരെങ്കിലും എന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽയുഹിബ്ബഹു ഹുബ്ബൻ ശദീദാ, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം അവൻ സ്നേഹിച്ചു കൊള്ളട്ടെ. എത്രത്തോളം മഹബ്ബത്തുണ്ടോ ആ മഹബ്ബത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവനക്ക് കാണാൻ കഴിയുക. എന്താണ് തന്നെ പഠിപ്പിക്കുന്നു? വഅലാമത്തുൽ ഹുബ്ബി അൽഇതാഅതുഹു ഫിസ്സുന്നത്ത്, അൽഇതാഅതു ഫിസ്സുന്നത്തി സനിയ്യ. അതേ, ഒരാൾക്ക് മഹബ്ബത്തുണ്ടെന്നതിന്റെ അടയാളം എന്താണ്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് പൂർണ്ണമായി വഴിപ്പെടുക, ആ സുന്നത്ത് ജീവിതത്തിൽ കൊണ്ടുവരിക. അതാണ് ഒരാൾക്ക് മഹബ്ബത്തുണ്ട് എന്നതിന്റെ അടയാളമെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിൽ കൃത്യമായി കൊണ്ടുവരുന്നവനാണ് മഹബ്ബത്തുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊരു അടയാളം എന്താണ്? ഇക്താറു സ്വലാത്തി അലൈഹി, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. അതും മഹബ്ബത്തിന്റെ ഒരു അടയാളമാണ്. കാരണം എന്താണ്? അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു,
മൻ അഹബ്ബ ശൈഅൻ അക്സിർ മിൻ ദിക്രിഹി. ഒരു വസ്തുവിനോട് ആർക്കെങ്കിലും മഹബ്ബത്തുണ്ടെങ്കിൽ ആ വസ്തുവിന്റെ സ്മരണ അവൻ വർദ്ധിപ്പിച്ചുകൊള്ളട്ടെ. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. അപ്പൊ ആർക്കെങ്കിലും ഒരു വസ്തുവിനോട്, ഒരു വ്യക്തിയോട്, ആരോടെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ആ വസ്തുവിനെ അല്ലെങ്കിൽ ആ വ്യക്തിയെ ധാരാളം ഓർത്തുകൊണ്ടിരിക്കണം, സ്മരിച്ചുകൊണ്ടിരിക്കണം. മറ്റൊരു ഹദീസിൽ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം, ആരെങ്കിലും മൻ അഹബ്ബല്ലാഹ്, അല്ലാഹുവിനോട് ആർക്കെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അക്സിർ മിൻ ദിക്രിഹി, അല്ലാഹുവിന്റെ ദിക്ർ വർദ്ധിപ്പിക്കണം, ധാരാളം അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കണം. അത് അല്ലാഹുവിനോടുള്ള മഹബ്ബത്തിന്റെ അടയാളമാണ്. അതുപോലെ മൻ അഹബ്ബ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅക്സിർ മിൻ ദിക്രിഹി. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും സ്നേഹിക്കുന്നുവെങ്കിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ടിരിക്കണം. അത് സ്നേഹമുണ്ടെന്നതിന്റെ അടയാളമാണ്. ഏതെങ്കിലും ഒരു സമയത്ത് 10 സ്വലാത്തോ ഒന്നും ചൊല്ലലല്ല, ദിവസവും കഴിവിന്റെ പരമാവധി ഇരുത്തത്തിലും സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവർ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തുണ്ടെന്നതിന്റെ അടയാളമാണ്. മനിദ്ദഅ ഹുബ്ബൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഗൈരി ഇത്തിബാഇ സുന്നഹ ഫഹുവ കദ്ദാബ്. മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, ആരെങ്കിലും എനിക്ക് മഹബ്ബത്തുണ്ടെന്ന് വാദിച്ചു, മനിദ്ദഅ ഹുബ്ബൻ നബിയ്യ സല്ലല്ലാഹു, ഞാൻ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഇങ്ങനെ വാദിക്കാൻ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വല്ലാത്ത സ്നേഹമാണ് എന്ന് പറയുന്നു. പക്ഷേ മിൻ ഗൈരി ഇത്തിബാഇ സുന്നഹ, റസൂലുള്ളാഹിന്റെ സുന്നത്തൊന്നും അവർ ജീവിതത്തിൽ കാണുന്നില്ല. മഹബ്ബത്തുണ്ട് എന്ന് പറയുന്നു, പക്ഷേ ജീവിതത്തിൽ സുന്നത്തുകളില്ല. റസൂലുള്ളാഹിന്റെ സുന്നത്തുകൾ, റവാത്തിബ് സുന്നത്ത്, ദുഹാ, തഹയ്യത്ത്, തഹജ്ജുദ് തുടങ്ങിയ സുന്നത്തുകളൊന്നും അവരുടെ ജീവിതത്തിൽ ഇല്ലാതെ ഞാൻ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നു എന്ന് ആരെങ്കിലും വാദിച്ചാൽ ഫഹുവ കദ്ദാബ്, അവൻ കള്ളനാണ്, അവൻ കളവ് പറയുന്നവനാണ്, അവൻ കദ്ദാബാണ്. ഏറ്റവും കൂടുതൽ കളവ് പറയുന്നത് കദ്ദാബ് എന്ന് പറയും. ധാരാളം കളവ് പറയുന്നവനാണെന്ന് മഹാന്മാര് നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ നമുക്കൊക്കെ മഹബ്ബത്തുണ്ട്, നമ്മളൊക്കെ വാദം മഹബ്ബത്തുണ്ട്. ആരും റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നില്ല, നമ്മൾ ആരും പറയുന്നില്ല, നമുക്കൊക്കെ സ്നേഹമുണ്ട് എന്ന് നമ്മളൊന്ന് പരിശോധിക്കാൻ. നമ്മുടെ എത്രമാത്രം സുന്നത്തുകൾ കൊണ്ടുവരാറുണ്ട്, എത്ര സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ധന്യമാക്കാറുണ്ട്, നാം പരിശോധിച്ച് നോക്കുക. അപ്പൊ ഈ ഒരു ക്ലാസ് നമ്മുടെ ജീവിതത്തിൽ സുന്നത്ത് വർദ്ധിപ്പിക്കാൻ, നബിത്തങ്ങളുമായി ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ അല്ലാഹു തആല കാരണമാക്കി തെരുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, മഹാനവർ പറയാൻ, ജാ റജുലുൻ മിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യൻ റസൂലുള്ളാഹി യാ റസൂലല്ലാഹ് കൈഫ തഖൂലു ഫീ റജുലിൻ അഹബ്ബ ഖൗമൻ അയുൽഹിഖു ബിഹിം, ഒരാൾ ഒരു ജനതയോട് വല്ലാത്ത ഇഷ്ടമാണ്, ഒരു വ്യക്തിക്ക് ഒരു ജനതയോട് അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് വല്ലാത്ത ഇഷ്ടമാണ്, എന്നാൽ അയുൽഹിഖു ബിഹിം, ആ ഖൗമിനോട് കൂടെ ഇവനെ ചേർക്കപ്പെടുമോ, അവരോടുകൂടെ ഇവനെ ചേർക്കപ്പെടുമോ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ മർഉ മഅ മൻ അഹബ്ബ, ഏതൊരു മനുഷ്യനും ആരെയാണോ സ്നേഹിക്കുന്നത്, അവന്റെ ഖൽബിൽ ആരോടാണോ മഹബ്ബത്തുള്ളത്, ആരെയാണോ അവൻ അനുഗമിക്കുന്നത്, ആ അവനോട് കൂടെയായിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ നമ്മുടെ ജീവിതത്തിലുടനീളം വേണം അനുഗമം. ആ ഇത്തിബാഅ് ജീവിതത്തിലും വേണം, വേഷത്തിൽ വേണം, വസ്ത്രത്തിൽ വേണം, അതുപോലെ നമ്മുടെ ജീവിത ചിട്ടയിൽ വേണം, മുടിവെട്ട് കൊടുത്ത് വേണം, താടിയൊക്കെ കൊടുത്ത് വേണം. റസൂലുള്ളാഹിയുടെ മഹബ്ബത്ത് വാദിച്ച് താടി മരിച്ചിടണമെന്നുണ്ടാവും. റസൂലുള്ളാഹിന്റെ സുന്നത്തിനെതിരല്ലേ താടി വെക്കൽ? സുന്നത്തല്ലേ? റസൂലുള്ളാഹിക്ക് വല്ലാത്ത ഇഷ്ടമല്ലേ? റസൂലുള്ളാഹിക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ഇഷ്ടമുണ്ടാകണം. അപ്പൊ ഈ ക്ലാസ്സോടുകൂടെ താടി എടുക്കുന്നവരൊക്കെ താടിയോടെ നിർത്തണം. റസൂലുള്ളാഹിയുടെ മഹബ്ബത്തുണ്ടെങ്കിൽ ആ മഹബ്ബത്തിന്റെ ഭാഗമാണ് താടി വെക്കുക എന്നുള്ളത്. അവരോട് മുത്തനബിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. മുടിവെട്ടുന്നത് റസൂലുള്ളാഹി പറഞ്ഞ രൂപത്തിലാവണം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഫുട്ബോൾ താരന്മാരെയോ ക്രിക്കറ്റ് താരന്മാരെയോ
സിനിമാ നടന്മാരെയോ അനുഗമിച്ചുകൊണ്ടാണ് നമ്മുടെ വേഷധാരണയെങ്കിൽ മുത്തുനബി പറയുന്നു അവരോടുകൂടെ ചേർക്കപ്പെടും. നിങ്ങൾ ആരോഗ്യപായ ചെയ്യുന്നത് ജീവിതത്തിൽ ആരെയാണോ നിങ്ങൾ അനുഗമിക്കുന്നത് അവരോടുകൂടെയാണെന്ന് ഹബീബുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ലേ ഒരു അയറാബിയ മനുഷ്യ മുത്തുനബിയോട് ചോദിച്ചില്ലേ, മത്തസ്സാഅത്തു യാ റസൂലല്ലാഹ്, എപ്പോഴാ ഖിയാമത്ത് നാള്? ഖിയാമത്ത് നാൾ എപ്പോഴാണ്? നബിതങ്ങൾ ചോദിച്ചു, ഖിയാമത്ത് നാളിനെ കുറിച്ച് അന്വേഷിക്കുക എന്താ? അകത്തലഹ, എന്താണ് ഈ ഖിയാമത്ത് നാളിന് തയ്യാർ ചെയ്തിട്ടുള്ളൂ? ഒക്കെ ഒരുങ്ങി നിന്നമായിരുന്നല്ലോ ചോദ്യം കേൾക്കിനെ തയ്യാറ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞു, നബിയെ ഞാൻ കൂടുതൽ നിസ്കരിച്ചിട്ടില്ല, കൂടുതൽ നോമ്പനുഷ്ഠിച്ചിട്ടില്ല, സക്കാത്ത് കൊടുത്തിട്ടില്ല. പക്ഷേ ഇന്നി ഉഹിബ്ബുല്ലാഹ വ റസൂലഹു, ഞാൻ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കുന്നുണ്ട്, അത് മാത്രമാണ് എനിക്കുള്ളത്. നീ ആരെ സ്നേഹിക്കുന്നു അവരോടുകൂടെയാണ്. അപ്പൊ ആ ഒരു മഹബ്ബത്ത് നമ്മുടെ ഖൽബിലുണ്ടെങ്കിൽ മഹബ്ബത്തിന്റെ ഫലമായി നമ്മുടെ ജീവിതത്തിലും കണ്ടുകൊണ്ടിരിക്കണം. മഹബ്ബത്ത് ഖൽബിലുണ്ടോ അത് നമ്മുടെ ജീവിതത്തിൽ തെളിഞ്ഞു കാണും. അത്തരം ആളുകൾ സുന്നത്തുകളിൽ ആവേശമായിരിക്കും. അത്തരം ആളുകൾ വേഷത്തിൽ മുത്തുനബിയോട് ഇത്തിബാ ചെയ്യും. തല മറക്കാതെ അവർ നിസ്കരിക്കുകയില്ല. അവർ എല്ലാ സമയത്തും കൂടുതലും അവരുടെ തലയിൽ തലപ്പാവുണ്ടാവും. ഇങ്ങനെ തുടങ്ങി ഏതൊക്കെ സുന്നത്തുകളുണ്ടോ ആ പരമാവധി ഇത്തിബാ ഉണ്ടാകും. അത് മഹബ്ബത്തിന്റെ അടയാളമാണെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു. ഫമൻ അഹബ്ബല്ലാഹ അക്സിറ ദിക്റഹു, ആരെങ്കിലും അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ അക്സിറ ദിക്റഹു, ധാരാളം ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കണം. ഫസബറതുഹു, എന്നാൽ അല്ലാഹുക്ക് ദിക്ർ ചൊല്ലിയാൽ ധാരാളം ദിക്ർ വർദ്ധിപ്പിച്ചാൽ ഫലമെന്താണ്? അയ്യദ്കുറഹുല്ലാഹു തആല ബിറഹ്മിഹി വഗഫ്റാനിഹി, അല്ലാഹു തആല അവരെയും ഓർക്കും. എന്തുകൊണ്ട്? ബിറഹ്മതിഹി, അല്ലാഹു തആല അവന്റെ കാരുണ്യം ചൊരിഞ്ഞു കൊടുക്കും. വഗഫ്റാനിഹി, അല്ലാഹു തആല അവന്റെ മഗ്ഫിറത്ത് തുറന്നു കൊടുക്കും. അവന്റെ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കും. വയുദ്ഖിലുഹുൽ ജന്ന മഅ അംബിയാഇഹി വഔലിയാഇഹി, അവന്റെ അംബിയാക്കളോടുകൂടെ ഔലിയാക്കളോടുകൂടെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിനെ ധാരാളം ദിക്ർ ചൊല്ലുന്നവർ, ആ ദിക്ർ ചൊല്ലുന്നതിന്റെ നേട്ടമാണ് അല്ലാഹു തആല അവർക്ക് റഹ്മത്ത് നൽകുന്നു, മഗ്ഫിറത്ത് നൽകുന്നു, അംബിയാ ഔലിയാക്കളോടുകൂടെ സ്വർഗ്ഗത്തിൽ കിടക്കാനുള്ള അവസരം ഉണ്ടാകുന്നു. മാത്രമല്ല വയുക്രിമുഹു ബിറുയതി ജമാലിഹി, സ്വർഗ്ഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? സ്വർഗ്ഗത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം ലഭിക്കാനുള്ള അനുഗ്രഹം ലിഖാഉല്ലാഹ്, അല്ലാഹുവിനെ കാണുക എന്നുള്ള സ്വർഗത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം കൊണ്ട് അല്ലാഹു തആല അവനെ ആദരിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ദിക്റുകൾ വർദ്ധിപ്പിച്ചാൽ അല്ലാഹുവിനെ കാണുക എന്ന വല്ലാത്തൊരു തൗഫീഖ് നമുക്ക് ലഭിക്കും. വമൻ അഹബ്ബ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്സർ മിന സ്വലാത്തി അലൈഹി, റസൂലുള്ളാഹിനെ സ്നേഹമുണ്ടെങ്കിൽ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കണം. എന്താണ് അതുകൊണ്ടുള്ള നേട്ടം? ഫസബറതുഹു അൽ വുസൂലു ഇലാ ശഫാഅതിഹി വസുഹ്ബതിഹി ഫിൽ ജന്ന, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ ശഫാഅത്ത് അവന് ലഭിക്കും. മാത്രമല്ല മുത്തുനബിയോടുകൂടെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ അത് കാരണമാണെന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അപ്പൊ എന്റെ മുഅ്മിനീങ്ങളെ, ഞാൻ നിർത്തുന്നില്ല, ഞാൻ പറഞ്ഞു വരുന്നത് സുന്നത്തുകൾ ധാരാളം വർദ്ധിപ്പിക്കണം. അതാണ് മഹബ്ബത്തിന്റെ അടയാളം. മഹബ്ബത്തില്ലേ നമ്മുടെ ദുനിയാവും ആഖിറവും പരാജയപ്പെടും. മഹബ്ബത്ത് കൊണ്ട് മാത്രമേ നമ്മുടെ ഈമാനിന് വർദ്ധനവുണ്ടാവുള്ളൂ. നാളെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ ആ ഒരു മഹബ്ബത്ത് നമ്മളെ ഖൽബിലുണ്ടാകണം. അതിന്റെ അടയാളം ഇത്തിബാ ഉണ്ടാകണം. ആ അനുകമ്പ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച സുന്നത്തുകൾ ജീവിതത്തിൽ ഒരുപാട് നമ്മൾ വർദ്ധിപ്പിക്കണം. ഒരുപക്ഷെ ധാരാളം സുന്നത്തുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷേ അത് സുന്നത്താണ് എന്നൊരു നിയ്യത്തിലല്ല നമ്മൾ ചെയ്യുന്നത്. പ്രതിഫലം നമുക്ക് നഷ്ടപ്പെടുകയാണ്. ഇന്നമല്ല അമാലു ബിന്നിയ്യാത്ത്, ഏത് അമലുകളും സ്വീകരിക്കപ്പെടണമെങ്കിൽ അതിന് പ്രതിഫലം ലഭിക്കണമെങ്കിൽ അത് നിയ്യത്തുകളെ കൊണ്ട് മാത്രമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്.
നിങ്ങൾ ആലോചിച്ചു നോക്ക്. ബാങ്ക് നമ്മളൊക്കെ കേൾക്കാറുണ്ട്. പക്ഷേ ആ ബാങ്കിന് ഇജാബത്ത് നൽകുക ഏറ്റവും പുണ്യമുള്ളൊരു അമലാണ്. ബാങ്കിന്റെ സമയത്ത് സംസാരിക്കുക എന്നുള്ളത് ഗൗരവമുള്ള തെറ്റാണ്. ഇത് നാം ശ്രദ്ധിക്കാറില്ല. നമ്മുടെ വീടുകളിൽ നമ്മുടെ സഹോദരിമാര് ശ്രദ്ധിക്കാറില്ല. ആ സമയത്ത് നമ്മൾ സംസാരം നിർത്തിവെക്കാറില്ല. ആരിഫീങ്ങളായ വലിയ മഹത്തുക്കൾ പറഞ്ഞത് കാണാം, മൻ തകല്ലമ ഹാലല്ലദാൻ, ബാങ്കിന് കേൾക്കുന്ന സമയത്ത് ആരെങ്കിലും സംസാരിച്ചാൽ യുഹ്ശാ അലൈഹി സൂഉൽ ഖാതിമ, അവന്റെ മരണസമയത്ത് ചീത്തയായി മോശമായ രൂപത്തിൽ മരിക്കപ്പെടുമെന്ന്, മോശമായുള്ള മരണത്തെ പേടിക്കപ്പെടുമെന്ന് മഹാന്മാരായ ആരിഫീകൾ പറഞ്ഞത് കാണാം. ബാങ്കിന്റെ സമയത്ത് സംസാരിച്ചാൽ, ബാങ്ക് കൊടുക്കുമ്പോ അത് ഏതോ തീരെ മൈൻഡ് ചെയ്യാതെ ആ സമയത്ത് നമ്മൾ നിസാരപ്പെടുത്തി നമ്മൾ സംസാരത്തിൽ ഏർപ്പെട്ടാൽ നമ്മുടെ ആഖിബത്തിനെ ബാധിക്കും. അവസാനം ഈമാനില്ലാതെ മോശമായ രൂപത്തിൽ മരിക്കാൻ അത് കാരണമാകും. മാത്രമല്ല, മഹാന്മാര് പറയുന്നു, ഇത്തരം ആളുകൾ, ബാങ്കിന്റെ സമയത്ത് സംസാരിക്കുന്ന ആളുകൾ യതജൽജലു ലിസാനുഹു ഇൻദൽ മൗത്ത്, മരണസമയത്ത് അവന്റെ നാവ് വിറച്ചുകൊണ്ടിരിക്കും. അവനിക്ക് കലിമ ചൊല്ലാൻ കഴിയൂല, ദിക്ർ ചൊല്ലാൻ കഴിയൂല. ആ സമയത്ത് നാവിങ്ങനെ പടച്ചുകൊണ്ടിരിക്കുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം. അതുകൊണ്ട് ബാങ്ക് അതൊരു ഇബാദത്താണ്. ആ ബാങ്ക് കേൾക്കുന്ന സമയത്ത് നമ്മൾ ശാന്തമായിരിക്കണം. ഖുർആൻ ഓതുന്നവൻ ഓർത്തു നിർത്തണം. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏർപ്പാടുള്ളവൻ അത് നിർത്തിവെച്ച് ആ ബാങ്ക് ശ്രദ്ധിക്കണം, അതിന് ഇജാബത്ത് നൽകണം. അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. മൻ ഖാല ഹീന യസ്മഉ നിദാ, ബാങ്കിന് ഇജാബത്ത് നൽകി ബാങ്ക് പൂർണ്ണമായതിനു ശേഷം അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ വസ്സലാത്തിൽ ഖായിമ എന്ന് തുടങ്ങി ആ പൂർണ്ണമായ ദുആ ആരെങ്കിലും ദുആ ചെയ്താൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഹല്ലത്ത് ലഹു ശഫാഅത്തി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്റെ ശഫാഅത്ത്, എന്റെ റഹ്മത്ത് അവന് നിർബന്ധമായി കഴിഞ്ഞു. എന്റെ ശഫാഅത്തിന് അവൻ അർഹനായി കഴിഞ്ഞു മുഹമ്മദുർ റസൂലുള്ളാഹ്. ബാങ്കിന്റെ ദുആ പതിവാക്കിയാൽ, ബാങ്ക് കേൾക്കുമ്പോൾ അതിന് ഇജാബത്ത് നൽകി അതിന്റെ ശേഷമുള്ള പ്രാർത്ഥന, اللهم رب هذه الدعوة التامة والصلاة القائمة آت محمدا الوسيلة والفضيلة والدرجة الرفيعة وابعثه مقاما محمودا الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. എന്ന പ്രാർത്ഥന നാം പകർത്തണം, നാം അത് നിർബന്ധമായി ശീലമാക്കണം. നമ്മുടെ മക്കളെ കൊണ്ട്, നമ്മുടെ അഹ്ലുകാരെ കൊണ്ട് ശീലമാക്കണം. അത്തരം ശീലിക്കുന്നവർ വജബത്ത് ലഹു ഹല്ലത്ത് ലഹു ശഫാഅത്തി, എന്റെ ശഫാഅത്ത് അവന് നിർബന്ധമായി കഴിഞ്ഞു, എന്റെ ശഫാഅത്ത് അവന് ലഭിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാരും സഹായിക്കാനില്ലാത്ത ആ സമയത്ത് ആ ശഫാഅത്ത് അവന് ലഭിക്കും. പല ബാങ്കുകൾ ഒരു സമയത്ത് കേട്ടാൽ എല്ലാ ബാങ്കിനും ഉത്തരം നൽകണമെന്നാണ് മസല. ആദ്യത്തെ ബാങ്കിന്റെ ഇജാബത്ത് ഒഴിവാക്കൽ കറാഹത്താണ്. മുഴുവൻ ബാങ്കിനും കഴിയുന്ന ബാങ്കിനൊക്കെ കൃത്യമായി കേൾക്കുന്ന ബാങ്കിനൊക്കെ ഇജാബത്ത് നൽകണം എന്നാണ് മസല. അപ്പൊ ഈ ബാങ്കിന്റെ ഈ ദുആ നമ്മൾ ജീവിതത്തിൽ പതിവാക്കിയാൽ റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് ലഭിക്കുകയാണ്. ചുരുക്കി ചില സുന്നത്തുകൾ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഓർമ്മപ്പെടുത്തുന്നത് മാത്രം. അതുപോലെ ഒരു പ്രധാന സുന്നത്താണ് വുദൂഇന്റെ സമയത്ത് മിസ്വാക്ക് ചെയ്യാന്ന്. ഒരു മഹത്വമുള്ള വളരെ നല്ല പ്രതിഫലാർഹമായ സുന്നത്താണ് അസ്വാക്ക്, മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത്. നിസ്കരിക്കണേ വുദൂ വേണം. വുദൂ ഇല്ലാതെ നിസ്കാരം സഹിയാവൂല. ലാ സ്വലാത്ത ലിമൻ ലാ വുദൂ അലഹ്, വുദൂ പൂർണ്ണമായി എടുക്കാത്തവന് നിസ്കാരമില്ല.
ഉദൂവിൽ പൂർണ്ണമായി അവന്റെ ഫർളുകളൊക്കെ പൂർണ്ണമായി പരിഗണിച്ചെടുത്താലേ അവന്റെ നിസ്കാരം സാധുള്ളൂ. ആ ഉദു എടുക്കുന്ന സമയത്ത് മിസ്വാക്ക് ചെയ്യുക, അത് പുണ്യമുള്ളൊരു അമലാണ്. ഇത്രത്തോളം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ലൗലാ അന്ന ശുഖ അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാകി ഇൻദ കുല്ലി വുദൂ. എന്റെ സമുദായത്തിന് ബുദ്ധിമുട്ടാവലിനെ, അവർക്ക് പ്രയാസമാവലിനെ ഞാൻ പേടിച്ചില്ലായിരുന്നു എങ്കിൽ ഓരോ വുദൂഇനും മിസ്വാക്ക് ചെയ്യൽ ഞാൻ നിർബന്ധമാക്കുമായിരുന്നു. സുഖാതങ്ങൾ പറയാൻ, എന്റെ സമൂഹത്തിന് ഒരു പ്രയാസമാകുമോ എന്ന് പേടിച്ചതുകൊണ്ടാണ് മിസ്വാക്ക് ഞാൻ നിർബന്ധമാക്കാതിരുന്നത്. അത്രയും വലിയ മഹത്വമുള്ളൊരു അമലാണ് മിസ്വാക്ക് ചെയ്യുക. വുദൂഇന്റെ സമയത്ത് ഒരറാക്കിന്റെ കൊള്ളി, എന്തെങ്കിലും ഒരു കൊള്ളിക്കഷ്ണം എടുത്തുകൊണ്ട് പ്രശ്നം കൈക്കൊള്ളുന്നില്ല, ഉരമുള്ള ഏതെങ്കിലും ഒരു വസ്തു കൊണ്ട് മിസ്വാക്ക് ചെയ്താൽ ഈ സുന്നത്തവന് ലഭിക്കുകയാണോ? എത്ര റസൂൽ സമുദായത്തിന് ബുദ്ധിമുട്ടാവുമോ എന്ന് പേടിച്ചുകൊണ്ടാണ് ഞാൻ നിർബന്ധമാക്കാതിരുന്നത്. അതല്ലെങ്കിൽ ഈ മിസ്വാക്ക് ഞാൻ എന്റെ സമുദായത്തിന് നിർബന്ധമാക്കുമായിരുന്നു, ഓരോ വുദൂഇനും നിർബന്ധമാക്കുമായിരുന്നു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുദൂഇന്റെ സമയത്ത് ഒന്ന് മിസ്വാക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ ഈ മഹത്വം നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അസ്വാഖു മഗ്ഫറത്തുൻ ലിൽ ഫമി വമർദാത്തുൻ ലിറബ്ബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മിസ്വാക്ക് ചെയ്യൽ അത് വായ വൃത്തിയാക്കുന്നതും അല്ലാഹുവിന് വലിയ തൃപ്തിയുള്ള കാര്യമാണ്, അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമുള്ള, അല്ലാഹുവിന് വലിയ തൃപ്തിയുള്ള കാര്യമാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വായ എപ്പോഴും വൃത്തിയായിരിക്കുക. എല്ലാ സമയത്തും മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ, പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, വുദൂഇന്റെ സമയത്ത്, നിസ്കാര സമയത്ത്, യാത്ര പോകുമ്പോൾ, യാത്ര കഴിഞ്ഞ് വന്നാൽ, ഇങ്ങനെ തുടങ്ങി സമയത്തും മിസ്വാക്ക് ചെയ്യൽ പ്രത്യേക സുന്നത്താണ്. വുദൂഇന്റെ സമയത്ത് പ്രത്യേക സുന്നത്താണ്. നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ പ്രത്യേക സുന്നത്താണ്. അറബികളൊക്കെ ചെയ്യുന്നതിലൊക്കെ കാണാറുണ്ട്. നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അറാക്കെടുത്ത് വെറുതെ കണ്ടിട്ടില്ലേ? ഇതൊരു സുന്നത്തായ കാര്യമാണ്. സുന്നത്തിന്റെ വുദൂഇനോടെ പറഞ്ഞ അതേ രൂപത്തിൽ അവിടെയും കാണാം. ലൗലാ അന്ന ശുഖ അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാകി ഇൻദ കുല്ലി സ്വലാത്ത് എന്നും കാണാം. ഓരോ നിസ്കാര സമയത്തും എന്റെ സമുദായത്തിന് പ്രയാസമാവെന്ന് ഞാൻ പേടിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിർബന്ധമാക്കുമായിരുന്നു നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ മിസ്വാക്ക് ചെയ്യൽ. നമ്മൾ ആരെങ്കിലും ചെയ്യാറുണ്ടോ? കഴിവിന്റെ പരമാവധി ആ സുന്നത്തുകളൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരണം. കാരണം ഉത്തരവ് പഠിപ്പിക്കുകയാണ്, മിസ്വാക്ക് ചെയ്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കൽ മിസ്വാക്ക് ചെയ്യാതെ 70 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ മഹത്വമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സിവാഖു വറകഅതാനി ബിസിവാഖിൻ, സ്വാക്ക് ചെയ്ത് 2 റക്അത്ത് നിസ്കരിക്കൽ അഫ്ളലു മിൻ 70 റക്അ ബിലാ സിവാഖ്, മിസ്വാക്ക് ചെയ്യാതെ 70 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യമുള്ള കാര്യമാണ് മിസ്വാക്ക് ചെയ്ത് 2 റക്അത്ത് നിസ്കരിക്കൽ. റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്താണെന്ന നിയ്യത്തോടെ മിസ്വാക്ക് ചെയ്ത് വുദൂ ചെയ്ത് 2 റക്അത്ത് നിസ്കരിക്കൽ 70 റക്അത്തിനേക്കാൾ മഹത്വമാണ്. എന്തിനാണ് ഇന്ന് നഷ്ടപ്പെടുത്തുന്നത്? ഇത്രയും വലിയ ഓഫറുകൾ എന്തിനാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്? ഈ ക്ലാസ് കൊണ്ട് അതൊരു ഉപകാരപ്രദമാവട്ടെ, അല്ലാഹു തആല ഖബൂലാക്കുമാറാവട്ടെ. അതുപോലെ പൂർണ്ണമായി എടുത്ത് സുന്നത്തുകളൊക്കെ പാലിച്ചു, ഇതിലേക്കൊന്നും ഞാൻ ഇപ്പൊ കടക്കുന്നില്ല. പൂർണ്ണമായി എടുത്ത് വുദൂഇന് ശേഷമുള്ള പ്രാർത്ഥന അത് അധികം ആളുകളും ശീലിക്കാറില്ല. വുദൂഇന് ശേഷമുള്ള പ്രാർത്ഥന അത് അറിയാത്തവർ പഠിച്ചേ പറ്റൂ. 2 കൈ ആകാശത്തേക്ക് ഉയർത്തിയുള്ള പ്രാർത്ഥന. മൻ തവദ്ദഅ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, തവദ്ദഅ, ആരെങ്കിലും വുദൂ ചെയ്തു, ഫഅഹ്സനൽ വുദൂ, മെച്ചപ്പെടുത്തി സുന്നത്തുകളൊക്കെ പാലിച്ച് പൂർണ്ണമായ രൂപത്തിൽ ഒരാൾ വുദൂ എടുത്തതിന് ശേഷം തുമ്മ റഫഅ ബസറഹു ഇലസ്സമാഇ, പിന്നെ അവന്റെ കണ്ണുകൾ ആകാശത്തേക്ക് ഉയർത്തി,
കണ്ണാകാശത്തിലേക്ക് ഉയർത്തി അവൻ ഈ പ്രാർത്ഥന നടത്തിയാൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു തുടങ്ങിയ പ്രാർത്ഥന, اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين, ആ തുടങ്ങിയ പ്രാർത്ഥന ആരെങ്കിലും വുദൂഇന് ശേഷം പതിവാക്കിയാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഫുതിഹത് ലഹു സമാനിയതു അബ്വാബിൽ ജന്ന, സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ അവന് തുറക്കപ്പെടും. സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ അവന് തുറക്കപ്പെടുമെന്ന് മാത്രമല്ല, യുദ്ഖിലു മിൻ അയ്യിഹാ ശാഉ, ഉദ്ദേശിച്ച കവാടത്തിലൂടെ അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് ലോകത്തിന്റെ നേതാവ് 14 സംവത്സരങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. വുദൂഇന് ശേഷം പൂർണ്ണമായി വുദൂ ചെയ്ത് ഈ പ്രാർത്ഥന ആരെങ്കിലും പതിവാക്കി 2 കൈയും കണ്ണും ആകാശത്തേക്ക് ഉയർത്തി ആരെങ്കിലും ഈ ദുആ പതിവാക്കിയാൽ സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ ഫുതിഹത് ലഹു സമാനിയതു അബ്വാബിൽ ജന്ന, സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ അവന് തുറക്കപ്പെടും. ഉദ്ദേശിച്ച കവാടത്തിലൂടെ അവനക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം. എത്ര ആളുകൾ പതിവാക്കാറുണ്ട്? നമ്മളൊക്കെ ഒരു ദിവസം എത്ര പ്രാവശ്യം എഴുതെടുക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ എത്ര ആളുകൾ ആ ദുആ പതിവാക്കാറുണ്ട്? ഇനി പതിവാക്കുന്നവർക്ക് ഈ ഒരു കരുത്തോടുകൂടെ സുബ്ഹാനല്ലാഹ് 8 കവാടം സ്വർഗത്തിന്റെ തുറക്കപ്പെടുമല്ലോ എന്ന നിയത്തോടുകൂടെ മുത്തനബിന്റെ സുന്നത്താണല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു നിയത്തോടുകൂടെ ശീലിക്കാത്തവർ ശീലിക്കണം, ഉള്ളവർ അത് സ്ഥിരപ്പെടുത്തണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ചുരുക്കി പറയുകയാണ്, അതുപോലെ ഒരു പ്രധാന സുന്നത്താണ് വുദൂ എടുത്തു കഴിഞ്ഞാൽ, ദുആ കഴിഞ്ഞാൽ സൂറത്തുൽ ഖദർ ഓതൽ പ്രത്യേക സുന്നത്ത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദർ ഖൈറുൻ മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഈ സൂറത്ത് 3 പ്രാവശ്യം ഓതൽ പ്രത്യേക സുന്നത്താണ്. വുദൂ എടുത്ത് വുദൂവിന്റെ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഈ സൂറത്ത് ഓതുക. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം, മൻ ഖറഅ സൂറത്ത് ഇന്നാ അൻസൽനാഹു, ഇന്നാ അൻസൽനാഹു സൂറത്ത് ആരെങ്കിലും ഓതിയാൽ പാരായണം ചെയ്താൽ ഫീ ഇസ്രി വുദൂഇഹി, അവന്റെ വുദൂഇന്റെ പിറകിൽ വുദൂ എടുത്തതിന് ശേഷം ഇന്നാ അൻസൽനാഹു സൂറത്ത് ആരെങ്കിലും ഓതിയാൽ മർറത്തൻ, ഒരു പ്രാവശ്യം ആരെങ്കിലും ഓതിയാൽ കാന മിന സുദ്ദീഖീൻ, അവൻ സുദ്ദീഖീങ്ങളോട് കൂടെയാണ്, അവൻ സുദ്ദീഖീങ്ങളോട് കൂടെയാണ്. വമൻ ഖറഅ മർറത്തൈൻ, ആരെങ്കിലും 2 പ്രാവശ്യം ഓതിയാൽ കുതിബ ഫീ ദീവാനി ശുഹദാ, അവൻ ശുഹദാക്കളുടെ പട്ടികയിൽ അവനെ ചേർക്കപ്പെടും. 2 പ്രാവശ്യം സൂറത്തുൽ ഖദർ ആരെങ്കിലും വുദൂഇന് ശേഷം ഓതിയാൽ ശുഹദാക്കളുടെ പട്ടികയിൽ അവന് ചേർക്കപ്പെടും. വമൻ ഖറഅഹാ സലാസൻ, 3 പ്രാവശ്യം ആരെങ്കിലും സൂറത്തുൽ ഖദർ വുദൂഇന് ശേഷം ഓതിയാൽ ഹശറഹുല്ലാഹു മഅൽ അംബിയാ, അവനെ അല്ലാഹു തആല അംബിയാക്കളോടുകൂടെ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് ഹബീബുനാ വ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. സിദ്ദീഖീങ്ങളെ കൂടപ്പെടാം, ശുഹദാക്കളെ പട്ടികയിൽ ചേർക്കപ്പെടും, അംബിയാക്കളോടുകൂടെ അവർക്ക് ഒരുമിച്ച് കൂടാൻ കഴിയും. ഇന്ന് മുതലെങ്കിലും വുദൂഇന് ശേഷം നമുക്ക് പതിവാക്കിക്കൂടെ? സൂറത്തുൽ ഖദർ പതിവാക്കാത്തവർ ഒന്നുകൂടെ തുടങ്ങുക, നിങ്ങൾ തീരുമാനമെടുക്കുക. കഴിയില്ലേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അതിന് സദസ്സ് കാരണമാക്കി തരട്ടെ. നമ്മൾ ഒരുമിച്ച് കൂടെ വിജയിച്ചു. അതങ്ങ് പതിവാക്കിയാൽ, ഒരാൾ പതിവാക്കിയാൽ മതി, നമ്മൾ ഒരുമിച്ച് കൂടെ വിജയിച്ചു. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അതുപോലെ റവാത്തിബ് നിസ്കാരം നമ്മൾ പതിവാക്കണം. റവാത്തിബ് നിസ്കാരം 22 റക്അത്തുണ്ട് ടോട്ടൽ. 22 റക്അത്തുണ്ട് റവാത്തിബ് നിസ്കാരം എന്ന് പറഞ്ഞാൽ ഫർള് നിസ്കാരങ്ങളുടെ മുമ്പും ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾക്കാണല്ലോ റവാത്തിബ് എന്ന് പറയുന്നത്. ഈ
റവാത്തിബ് നിസ്കാരം 22 റക്അത്തുണ്ട്. മുഅക്കദ് ഗൈറു മുഅക്കദ് രണ്ട് വിധത്തിലാണ്. അതുകൊണ്ടും പറഞ്ഞു നിർത്താം. മുഅക്കദ് ഗൈറു മുഅക്കദ്, ശക്തിയായ സുന്നത്തുള്ളത്, ഗൈറു മുഅക്കദായ ഇതുണ്ട്. മുഅക്കദായ സുന്നത്ത് 10 റക്അത്താണ്. 22 റക്അത്ത് അതിന് പറയാം നമുക്ക്. സുബ്ഹിയുടെ മുമ്പ് 2, ളുഹറിന്റെ മുമ്പ് 4. നിങ്ങൾ എണ്ണം വേഗത്തിൽ പറയണം. സുബ്ഹിന്റെ മുമ്പ് 2, ളുഹറിന്റെ മുമ്പ് 4, ളുഹറിന്റെ ശേഷം 4, 8 2 10. അസറിന്റെ മുമ്പ് 4 റക്അത്ത്, മഗ്രിബിന്റെ മുമ്പ് 2, ശേഷം 2, എത്രയായി? 18. ഇശാക്ക് മുമ്പ് 2, ശേഷം 2. ഇതാണ് റവാത്തിബ് നിസ്കാരം. ടോട്ടൽ 22 റക്അത്തുണ്ട്. നിസ്കരിക്കുന്നില്ലെങ്കിൽ ഇത്ര ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുന്ന അല്ലാണല്ലോ. ടോട്ടൽ എത്ര ഉണ്ടെന്നെങ്കിലാണ് ചോദിച്ചാൽ പറയാലോ. എന്നാൽ ഇതിൽ മുഅക്കദായ സുന്നത്ത് 10 റക്അത്തുണ്ട്. അത് ഒഴിക്കരുത്. അത് നമ്മൾ ഒഴിവാക്കൂല എന്നൊരു പ്രതിജ്ഞ നമ്മൾ എടുക്കണം. എന്ത് പ്രതിസന്ധി വന്നാലും ശക്തമായ മുഅക്കദ്, ശക്തമായ സുന്നത്തുള്ള 10 റക്അത്ത്. അത് ഏതൊക്കെയാണ്? സുബ്ഹിയുടെ മുമ്പ് 2, ളുഹറിന്റെ മുമ്പ് 2, ശേഷം 2, മഗ്രിബിന്റെ ശേഷം 2, ഇശാക്ക് ശേഷം 2. 10. ഇത് മുഅക്കദായ സുന്നത്താണ്. ഒഴിച്ചുകൂടരുത്. അതൊരു തീരുമാനം നമ്മൾ എടുക്കുക. എത്ര വാക്കില്ലാത്ത നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് കൂട്ടി കൊണ്ടുവരണം. 22 നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ വേണ്ടത്. ഈ മുഅക്കദ് നമ്മൾ എന്ത് തിരക്കിലാണെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ടോ ഒക്കെ നിസ്കരിക്കാം. ഇനി എന്തൊരാൾക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞതിന് ശേഷം നിസ്കരിച്ചാലും മതി. ളുഹർ നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് നിക്കാമത്ത് കൊടുത്ത് സുന്നത്ത് ഇഷ്ടപ്പെട്ടല്ലോ, ഇല്ല, ളുഹർ നിസ്കാരം കഴിഞ്ഞിട്ട് ളുഹറിന്റെ മുമ്പിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം. അതാ ഇതിന് സംഭവിക്കുന്ന മസല. ശേഷം നിസ്കരിക്കാവുന്ന. അപ്പോൾ ആ സുന്നത്ത് എന്ത് ചെയ്യുക? നമ്മൾ കൊണ്ടുവരിക. മുമ്പ് ഇഷ്ടപ്പെട്ടല്ലോ വിചാരിച്ചിട്ട് പോയല്ലോ വിചാരിച്ചിട്ട് കഴിച്ചിലായി ചോദിക്കുന്നത് ശേഷം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. കഴിവിന്റെ പരമാവധി സുന്നത്തുകൾ വർദ്ധിപ്പിക്കണം. അതാണ് ഇത്തിബാ എന്ന് പറഞ്ഞാൽ. ഫർദ് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത, അതിനെപ്പറ്റി ചർച്ചല്ല. അത് നമ്മൾ ചെയ്തേ പറ്റൂ. പിന്നെ അള്ളാഹുവിലേക്ക് അടുക്കണമെങ്കിൽ, ഖുർബ് നമുക്ക് കിട്ടണമെങ്കിൽ അത് സുന്നത്തുകളെ കൊണ്ടേ കഴിയും. അള്ളാഹുവിലേക്കുള്ള അടുപ്പം വർദ്ധിപ്പിക്കാൻ സുന്നത്ത് എത്ര വർദ്ധിപ്പിക്കുന്നു? ഒരു ചാണി നമ്മൾ അടുത്ത അള്ളാഹ് മുഴുവൻ മുഴടുക്കും. ഒരു സംശയമില്ല. ഔഫുൽ ആലമിന്റെ മാസമാണ് ഈ മാസം. ഔഫുൽ ആലം ഔലിയാക്കളെ നേതാവാണ്, കുതുബീങ്ങളെ നേതാവാണ്. മഹാനവറുകൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് മലായിക്കത്ത് ഒന്നിങ്ങനെ സലാം പറയാണ്. വഅലൈക്കും അസ്സലാം, വഅലൈക്കും അസ്സലാം ഇങ്ങനെ പറയാ. ഔഫുൽ ആലം ഞങ്ങൾ കൂടി നിൽക്കുന്ന ആളുകൾ പറഞ്ഞു, മാറി നിൽക്കൂ, അതിഥികൾ വരുന്നുണ്ടോ, വഴിമാറിക്കൊടുക്കൂ. ഔഫുൽ ആലം എന്ന് പറയാണ്, അതിഥികൾക്ക് വഴിമാറിക്കൊടുക്കൂ. അതിഥികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാൻ, മലായിക്കത്തുകൾ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ഇതൊക്കെ മഹാന്മാരെ മരണം. നമ്മളൊക്കെ മരിക്കുമ്പോൾ ആരാ വരിക? എന്തുകൊണ്ടാണ് ഔഫുൽ ആലമിന് ഉയർന്ന സ്ഥാനം ലഭിച്ചത്? 18ാമത്തെ വയസ്സിലാണ് മഹാനവറുകളെ ഇൽമോടിക്കാൻ വേണ്ടി പോകുന്നത്. അതുവരെ ആടിനെ വെക്കുന്ന പശുവിനെ മേച്ചടക്കിയത്. ഒരു ദിവസം വീട്ടിലേക്ക് ഇങ്ങനെ വരുമ്പോഴാണ് ഒരു വിളിയാളം കേൾക്കുന്നത്. ഓ അബ്ദുൽ ഖാദറെ, അല്ലാഹു തആല നിങ്ങൾക്ക് നല്ല ബുദ്ധി നൽകിയിട്ടില്ലേ, നല്ല കഴിവുകൾ നൽകിയിട്ട് നിങ്ങൾ ഈ പശുവിനൊക്കെ മേച്ചടക്കണോ, നിങ്ങൾക്ക് ഇൽമ പഠിക്കാൻ വേണ്ടി പോയിക്കൂടെ എന്നൊരു ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ്. ഖാദർ വീട്ടിൽ വന്നുകൊണ്ട് ഉമ്മയോട് പറയുന്നു, ഉമ്മുൽ ഖൈർ എന്ന മാതാവിനോട് പറയുകയാണ്, ഉമ്മ, ഞാൻ വീട്ടിലേക്ക് വരുമ്പോ ഞാനൊരു ശബ്ദം കേട്ടൊരു സംസാരം. എന്താ അബ്ദുൽ ഖാദിർ, അല്ലാഹു തആല വലിയ ബുദ്ധികൾ നിങ്ങൾ ആദരിച്ചിട്ട് എന്താണ് നിങ്ങൾ ഒഴിഞ്ഞു പഠിക്കാൻ പോകാത്തതെന്ന് ഒരു വിളിയാണ് ഞാൻ കേട്ടു ഉമ്മ. ഉമ്മ പറഞ്ഞു, മോനെ, എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്, നിന്നെ എൽമു പഠിപ്പിക്കാൻ പറഞ്ഞയക്കണമെന്ന് വല്ലാത്ത ആശയുണ്ട്. പക്ഷേ എന്റെ അടുക്കൽ സാമ്പത്തികമായിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. അങ്ങനെ ഉമ്മ ഉണ്ടായിരുന്ന വയല് വിറ്റുകൊണ്ട് 40 ദീനാർ, ചുരുക്കി പറയാം 40 ദീനാർ മഹാനവറുകളുടെ വസ്ത്രത്തിന്റെ താഴ്ഭാഗത്ത് തുന്നിക്കൊടുത്ത് ബഗ്ദാദിലേക്ക് എൽമു പഠിക്കാൻ പറഞ്ഞയക്കാൻ പോകുമ്പോ കൊടുത്ത ഉപദേശം തോന്നുന്നു, കളവോ പാറയല്ല എന്നുമ്മ ചെന്നാരോ കള്ളന്റെ കയ്യിൽ പൊന്നു കൊടുത്തോവാർ. വൈമധ്യ എത്തിയപ്പോ കൊള്ളസംഘം പിടികൂടിയൊക്കെ എല്ലാവർക്കും അറിയാം. പിടികൂടിയപ്പോ എന്താണ് കയ്യിലുള്ള വെറുതെ ചോദിച്ചാൽ, ചെറിയ കുട്ടിയല്ലേ, ഒന്നും ഉണ്ടാവില്ല, ചോദിച്ചാണ്. എന്റെ ഒക്കെ 40 ദീനാറിന്റെ ഒന്ന് ഷർട്ട് പൊന്നിച്ച് കാണിച്ചു കൊടുക്കുക. കൊള്ളസംഘം അത്ഭുതപ്പെട്ടുപോയി. അവരെ നേതാവിന്റെ അടുക്കൽ കൊണ്ടുപോയിട്ട് ആ കുട്ടി ഇങ്ങനെ ഉണ്ടെന്ന് പറയുന്നു. ചോദിച്ചു, ഇതിങ്ങനെ നിർത്തി മുന്നിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്.
40 ദിനാർ. ഞങ്ങൾ വർഷങ്ങളോളായി കൊല്ലങ്ങളായി ഞങ്ങൾ ഏർപ്പാട് തുടങ്ങിയിട്ടു, കൊള്ളടിക്കാൻ തുടങ്ങിയിട്ടു. പക്ഷേ ഇങ്ങനൊരു അനുഭവം ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ്. എന്താണ് ഇതിനുള്ള കാരണം? എന്റെ ഉമ്മ എന്നെ ഒന്നുപിടിക്കാൻ വേണ്ടി ബഗ്ദാദിലേക്ക് പറഞ്ഞേക്കാൻ എന്നോട് പറഞ്ഞ അവസാനത്തെ ഉപദേശം, മോനെ കളവ് പറയും, ആരോടും സത്യം പറയാവൂ. ഇത് കേട്ട് അവരെ കമ്പാലിച്ചു പോയി. അവർ ഏർപ്പാട് മുഴുവൻ നിർത്തി. എല്ലാവരും ഇസ്ലാമിലേക്ക് കടന്നു വന്നു. എന്നൊക്കെ സംഭവം നമുക്കറിയാം. ഞാൻ പറഞ്ഞു വരുന്നത് മഹാനവർകളെ എന്ത് പഠിക്കാൻ തുടങ്ങി. ഓരോ ഫന്നിലും അതിൽ നിപുണന്മാരായ ഓരോ ഫന്നിലും ആ വിഷയത്തിൽ നിപുണന്മാരായ വലിയ ആലിമീങ്ങളിൽ നിന്ന് എന്ന് പഠിച്ചു. വലിയ കഴിവ് നേടി. പഠിക്കുന്ന സമയത്ത് ഹലാലായ ഭക്ഷണം മാത്രമേ കഴിക്കുകയുള്ളൂ. കറാഹത്ത് ജീവിതത്തിൽ ചെയ്തിട്ടില്ല, ഹറാമ് തീരെ ചെയ്തിട്ടില്ല. കറാഹത്ത് പോലും ജീവിതത്തിൽ സംഭവിക്കാത്ത മഹാന് ഹലാല് മാത്രമേ ഭക്ഷിക്കുകയുള്ളൂ. ഉമ്മതങ്ങൾ 40 ദിനാർ കൊണ്ട് കൂടെയുള്ളവർക്ക് കൊണ്ടുപോകാറുണ്ട്. ഔസുല്ലാഹുവിന്റെ അബ്ദുൽ ഖാദർ എന്ന മോനെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഓരോരുത്തർ വിളിച്ചുകൊണ്ടുപോകും. ആ സമയത്ത് വിശന്ന മഹാനവറുകൾ ചോദിക്കും, ഭക്ഷണം മുന്നിൽ കാണുമ്പോൾ ചോദിക്കും, ഉപ്പാ ഈ ഭക്ഷണം പൂർണ്ണമായും ഹലാലാണോ? ഇതിൽ ഹറാമ് കലർത്തുണ്ടോ? ഇതിൽ ഹറാമുണ്ടെന്ന് സംശയം പറഞ്ഞാൽ തിരിച്ച് വല്ല വീട്ടിൽ ഇറങ്ങിപ്പോരും. ഹലാലാണെന്ന് ഉറപ്പുള്ളത് മാത്രമേ കഴിക്കുകയുള്ളൂ. അങ്ങനെ മഹാനവർക്ക് ഭക്ഷണം കിട്ടാതെയായി. ഉള്ള പൈസ മുഴുവനും തീർന്നുപോയി. ഹലാല് ഉറപ്പുള്ള ഭക്ഷണം കിട്ടുന്നില്ല, ലഭിക്കുന്നില്ല. അങ്ങനെ നടന്നുപോയി. എവിടെയും ഹലാല് മാത്രമുള്ള ഭക്ഷണം കിട്ടാതെയായി. മഹാനവരുടെ വയറ് ഒട്ടി വളരെ ക്ഷീണിച്ചവശനായി ഒരു പള്ളിയിൽ കയറുകയാണ്. വിഷം അങ്ങേയറ്റത്തെത്തിയിട്ടുണ്ട്. ഒരു പള്ളിയുടെ മുകളിൽ ഇങ്ങനെ കയറി കടന്നു. ശക്തമായ വിശപ്പുണ്ട്, പക്ഷേ ഹലാലായ ഭക്ഷണം കിട്ടാത്തത് കൊണ്ടാണ്. അങ്ങനെ കിടക്കുന്ന സമയത്ത് ഒരു പ്രായമുള്ള ഉപ്പ ആ പള്ളിയുടെ മറ്റൊരു മുകളിൽ വന്നിരുന്നു. ഇരുന്നു കൊണ്ട് അദ്ദേഹവും വിഷം നോക്കിയിട്ടുണ്ട്. ആ പാവപ്പെട്ട മുസാഫിറായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ബാഗിൽ നിന്ന് ഒരു പൊതി ഭക്ഷണം എടുക്കുകയാണ്. ആ ഭക്ഷണ പൊതി എടുത്തുകൊണ്ട് നിൽക്കാൻ തുടങ്ങുകയാണ്. ഇത് അബ്ദുൽ ഖാദർ എന്ന മോൻ മറ്റും പള്ളിയുടെ മൂലയിൽ ഇങ്ങനെ കാണാണ്. ആ ഉപ്പ വിശപ്പിന്റെ ശക്തി കൊണ്ട് ഭക്ഷണം വഹിച്ച് ഭക്ഷണം ഇങ്ങനെ കഴിക്കാൻ വേണ്ടി തുടങ്ങുമ്പോ അബ്ദുൽ ഖാദർ എന്ന മോൻ അറിയാതെ വായ തുറന്നു പോവുകയാണ്. വിശപ്പിന്റെ ശക്തി കൊണ്ട്, അങ്ങേയറ്റത്തെ ശക്തി കൊണ്ട് അബ്ദുൽ ഖാദർ എന്ന മോന്റെ വായ ഇങ്ങനെ തുറന്നു പോവുകയാണ് വിശപ്പ് കൊണ്ട്. ആ സമയത്ത് ഈ രംഗമ്മ ഉപ്പ കാണുന്നു. ഉപ്പ ചോദിച്ചു, മോനെ നിങ്ങൾക്ക് ഭക്ഷണം വേണോ? ഇങ്ങോട്ട് ഓരോന്ന് വിളിച്ചു വരുത്തുകയാണ്. മോൻ വന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അടുത്തിരുന്ന് ഉപ്പയോട് ചോദിക്കുന്നു, ഉപ്പ ഈ ഭക്ഷണം ഹലാലാണോ? ആ സമയത്ത് പോലും വിശന്ന് വയർ ഒട്ടി അങ്ങേ അറ്റത്തെ സമയത്ത് പോലും ഉപ്പയോട് ചോദിക്കുന്നു, ഉപ്പാ ഇത് ഹലാലിന്റെ ഭക്ഷണമാണോ? ഇതിൽ ഹറാമുണ്ടോ, ശുബഹത്തുണ്ടോ? ഈ സമയത്ത് ഈ സാധുവായ മനുഷ്യൻ പറയുന്നു, ഓ മോനെ, ഈ ഭക്ഷണം ഹലാലല്ലെങ്കിൽ അല്ലാഹുവിന്റെ ലോകത്ത് വേറെ ഹലാലായ ഭക്ഷണം കിട്ടൂല. എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോ ഉപ്പ വിശദീകരിക്കുകയാണ്, മോനെ ഇത് ഞാൻ വരുന്നത് ഞാൻ ജീലാനിക്കാരനാണ്. ആ ജീലാനിൽ നിന്ന് അബൂ സാലിഹ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയുണ്ട് ഉമ്മുൽ ഖൈർ, വളരെ ദീനിയായ ആ ഉമ്മ എന്റെ അടുക്കൽ 8 ദീനാർ വന്നിരുന്നു. എന്റെ മകൻ അബ്ദുൽ ഖാദർ ബഗ്ദാദിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോ എന്റെ മകൻ വർഷങ്ങൾക്ക് മുമ്പ് ബഗ്ദാദിലേക്ക് എഴുതി പഠിക്കാൻ പോയിട്ടുണ്ട്. അവന്റെ കയ്യിൽ കുറഞ്ഞ നാണയം ഞാൻ കൊടുത്തിട്ടുള്ളൂ. ആ മകനെ എങ്ങാനും നിങ്ങൾ ബഗ്ദാദിൽ വെച്ച് കണ്ടാൽ 8 ദീനാർ എന്റെ മകന് കൊടുക്കണമെന്ന് ഉമ്മുൽ ഖൈർ എന്നെ ഏൽപ്പിച്ചിരുന്നു. പക്ഷേ ഞാൻ ഒരുപാട് പള്ളികളിൽ അന്വേഷിച്ചു, ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിച്ചു. ഈ അബ്ദുൽ ഖാദർ എന്ന കുട്ടി എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ എന്റെ വിശപ്പിന്റെ ശക്തി കൊണ്ട് അതിന് 2 ദീനാർ എടുത്തുകൊണ്ട് ഞാൻ ഭക്ഷണം മേടിച്ചു. ആ ഭക്ഷണം കടമായി എടുത്തതാണ്. ആ മകനെ കാണുമ്പോൾ തിരിച്ചു കൊടുക്കാമല്ലോ എന്ന് കരുതി ആ 2 ദീനാർ ഞാൻ കടമെടുത്തുകൊണ്ട് ഭക്ഷണം മേടിച്ച് ആ ഭക്ഷണപ്പൊതിയാണ് മോനെ ഇത് തീർത്തും ഹലാലായ ഹറാമില്ല.
ഇത് കേട്ട അബ്ദുൽ ഖാദർ എന്ന മോനങ്ങ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉപ്പാ, നിങ്ങൾ അന്വേഷിക്കുന്ന അബ്ദുൽ ഖാദർ അത് തന്നെയാണ് ഞാൻ എന്ന് അബ്ദുൽ ഖാദർ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞെങ്കിൽ എന്റെ മുഅ്മിനീങ്ങളെ, മഹാനവറുകൾ സന്തോഷത്തോടുകൂടെ ആ ഭക്ഷണം കഴിച്ചു. ഇതുകൊണ്ടാണ് അവരൊക്കെ ഇത്രയും വലിയ പദവിയിലെത്തിയത്. ഇത്രയും വലിയ പദവി അവരൊക്കെ നേടിയെടുത്തത് അവരെ സൂക്ഷ്മമായ ജീവിതം കൊണ്ടാണ്. ഹലാല് മാത്രം ഭക്ഷിച്ച് ജീവിച്ചവർ. അല്ലാഹു തആല അവരെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറത്തും സലാമത്താക്കി തരുമാറാവട്ടെ. നമ്മൾ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മൾ മരണപ്പെട്ടുപോയ മുഴുവൻ ഖബർ അല്ലാഹു സന്തോഷാക്കി കൊടുക്കട്ടെ. ഈ മാസം നമുക്ക് മറക്കാൻ കഴിയാത്ത മാസമാണ്. ഒരുപാട് മഹത്തുക്കൾ നമ്മോട് യാത്ര പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ മാസമാണ്. അതോടുകൂടെ റബീഉൽ ആഖിർ ഒന്നിനാണ് താജുൽ ഉലമാ സയ്യിദ് അബ്ദുർ റഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് വഫാത്തായത്. അതുപോലെ 2-നാണ് കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായത്. 3-നാണ് EK ഉസ്താദ് വഫാത്തായത്. 23-നാണ് ദാരിമി ഉസ്താദ് വഫാത്തായത്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അതുപോലെ MA ഉസ്താദ് 27-ന്, 28-ന് നെല്ലിക്കുത്ത് ഉസ്താദ്. ഇങ്ങനെ തുടങ്ങി നമ്മുടെ ഒരുപാട് നേതാക്കൾ ഈ മാസത്തിൽ യാത്ര പറഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ ഫാത്തിഹ ഓതിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. ഞാൻ കണ്ടുകൊണ്ടുള്ള വിഷമോട് പറയാതെ നമ്മളൊക്കെ സ്ത്രീകളാണ് അത് നമുക്ക് കബൂലാകൂലാൻ ബോധം പല കച്ചവടക്കാരും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മഹബത്തിന്റെ ഭാഗമാണല്ലോ. റസൂലുള്ളാഹിയോട് വെറുപ്പില്ല ആളുകളോട് വെറുപ്പ് നമുക്ക് വേണം. മുത്തനബിയെ എഴുതിയിട്ടുന്ന ആളുകളാണ് ഇവിടുത്തെ വഹാബികൾ. റസൂലുള്ളാഹിനെ ഇങ്ങനെയൊക്കെ തരം താഴ്ത്താൻ കഴിയുമോ? ആ രൂപത്തിലൊക്കെ തരം താഴ്ത്താൻ. അതൊരു മുഹമ്മദാണ്, അതൊരു അബ്ദുള്ള അവർക്ക് ജനിച്ചൊരു സാധാ മുഹമ്മദായിട്ട് അവർ കാണുന്നത്. നമ്മൾ കാണുന്നത് അങ്ങനെയല്ല. ലോകത്ത് അങ്ങനത്തെ ഒരു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടില്ല. അത്രയും വലിയ നേതാവായിട്ട് നമ്മൾ കാണുന്നത്. ആ നേതാവിനെ ഉപയോഗിക്കുകയും ആ നേതാവിന്റെ ഉമ്മ കാഫിറാണെന്ന് പറഞ്ഞ് നോട്ടീസ് അടിച്ചിറക്കുന്ന വിഭാഗമല്ലേ. നമ്മൾ ആരെങ്കിലും വാപ്പി ഉമ്മയും കാഫിറാണെന്ന് നമുക്ക് എത്രമാത്രം സഹിക്കും? പക്ഷെ അതിനേക്കാൾ അപ്പുറമല്ല നമുക്ക് വേണ്ടത്. നമ്മളെ നേതാവിന്റെ ഉമ്മയും വാപ്പിക്ക് കാഫിറാണെന്ന് പറഞ്ഞിട്ട് അതിന് നോട്ടീസ് അടിച്ചിറക്കുന്ന വിഭാഗം. അല്ലാഹു തആല അവരെ ശർറിൽ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അവരോട് കൂടെ വെടിഞ്ഞു നിൽക്കാന്നുള്ളത് ഒരു മുഅ്മിന്റെ ലക്ഷണമാണ്. അവർ ജനാസ നിസ്കാരത്തിൽ പങ്കെടുക്കരുത്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഹദീസിൽ തന്നെ കാണാം, ഒരു ജമാഅത്തുകാരൻ ഒരു മുജാഹിദിന്റെ സദസ്സ് നമ്മൾ കാരണമായി വലുതായാൽ, ഒരു മെമ്പർ ഞാൻ കാരണമായി കൂടിയാൽ ഫഖദ് ആന അലാ ഹദ്മിൽ ഇസ്ലാം, അവൻ ഇസ്ലാമിനെ പൊളിക്കാൻ സഹായിച്ചവരാണ്. ഇസ്ലാമിന്റെ ശത്രുക്കളെ സദസ്സ് വിജയിപ്പിച്ചവൻ ഇസ്ലാമിനെ പൊളിക്കാൻ സഹായിച്ചവരാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ അവരെ ജമാഅത്ത് നമ്മൾ വിജയിപ്പിക്കുക, അല്ലെ അവരെ സദസ്സുകളോ അവരെ ക്ലാസ്സുകളോ പരിപാടികളോ അല്ല. വെറുതെ എന്താ പറയുന്നത് കേൾക്കാൻ പോയാൽ പാടില്ല. എന്താ പറയുന്നത് കേൾക്കാൻ നമ്മൾ വേണ്ട. അത് പറയും പണ്ഡിതന്മാരൊക്കെ കേട്ട് മനസ്സിലാക്കി നമുക്ക് പറഞ്ഞു തരും. നമ്മളത് കേൾക്കാൻ പോകരുത്. നമ്മൾ സാധാരണക്കാരാണ്. നമുക്ക് നമ്മളെ വാപ്പ് വല്യപ്പാറായിട്ട് കാണിച്ചുന്ന സുന്നത്താണ്. അതിൽ ഉറച്ചു നിൽക്കണം. അത്തരം വേദികളിലൊന്നും പങ്കിടാതെ കഴിവിന്റെ പരമാവധി സുന്നത്ത് ജമാഅത്തിൽ തന്നെ ഉറച്ചു നിന്ന് ആ മഹബ്ബത്ത് നമ്മൾ നേടിയെടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വഫാത്തായത് റബീഉൽ ആഖിർ 4-നാണ്. അങ്ങനെ തുടങ്ങി ഒരുപാട് മഹാന്മാരുടെ അനുസ്മരണ മാസമാണ്. അവർക്കൊക്കെ ഒരു ഫാത്തിഹ നമുക്ക് ദുആ ചെയ്യാം. إلى حضرة سيدنا وشفينا وحبيبنا محمد صلى الله عليه وسلم وإلى حضرات من ذكرناهم من نويناهم من ماتوا من في هذه الشهر الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد رحم الرحيم راജ സയ്യിദായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ ഈ പ്രഭാത സമയത്ത് നിന്റെ ഭവനത്തിലെ ഇത്തികാഫ് നിയത്തോടുകൂടെ ഈ ഇൽമിന്റെ മജ്‌ലിസിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയത് വലിയ അമലായി നീ ഖബൂലാക്കണേ റഹ്മാനെ വല്ല പോരായ്മകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ നികത്തണേ റഹ്മാനെ അർഹമായ രൂപത്തിൽ നീ ഖബൂലാക്കണേ അല്ലാഹ് പടച്ചവനെ ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ഈ സദസ്സിന്റെ സവാബ് നിങ്ങൾ മരണപ്പെട്ടു പോയ പ്രത്യേകിച്ച് ഈ മാസം മരണപ്പെട്ടു പോയ താജുൽ ഉലമ കന്നിയത്ത് ഉസ്താദ് ഉസ്താദ് തുടങ്ങി ചെറിയ നെല്ലിക്കുത്ത് ഉസ്താദ് ദാരിമി ഉസ്താദ് തുടങ്ങി എന്നെ ഉസ്താദ് തുടങ്ങി പടച്ചവനെ ഇമാം മാലിക് റളിയല്ലാഹു തുടങ്ങി ആരൊക്കെ ഈ മാസത്തിൽ മരണപ്പെട്ടിട്ടുള്ളവരൊക്കെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാഹ് പ്രത്യേകിച്ച് ഖുത്ബുൽ ഖത്താബ് ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ ഹവറത്തു ശരീഫിലേക്ക് നിങ്ങളെ മജ്‌ലിസിൽ എത്തിക്കണേ റഹ്മാനെ അവരെ പൊരുത്തം നിങ്ങൾക്ക് നൽകണേ അല്ലാഹ് ഇവിടുത്തെ മുറാദുകളായ മുരീദുകളിൽ നിങ്ങളെ പെടുത്തി തരണേ അല്ലാഹ് പഠിച്ചതിനെ അവിടുത്തെ തെറുബിയത്ത് നിങ്ങൾക്ക് നൽകണേ അല്ലാഹ് ഖുത്ബുൽ ഖത്താബിന്റെ തെറുബിയത്ത് നിങ്ങൾക്ക് നൽകണേ അല്ലാഹ് അവരെ ഹിഫ്ദ് നൽകണേ അല്ലാഹ് ഹിമായത്ത് നൽകണേ അല്ലാഹ് മദദ് നൽകണേ അല്ലാഹ് ും